ഹല്ലേലൂയ. നമ്മൾ കേട്ടതുപോലെ ദൈവസന്നിധിയിലിരിക്കുന്ന ഒരു സമയവും അമേൻ വെറുതെയായി പോകുകയില്ല. അമേൻ അവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും അവൻ്റെ പ്രസൻസിനെ തിരിച്ചറിയുവാനും അമേൻ ഹല്ലേലൂയ കർത്താവിൽ കൂടുതൽ വളരുവാനും അവൻ ഈ സമയങ്ങൾ കാരണമായി മാറട്ടെ. അവൻ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നവൻ അവൻ ആ സാന്നിധ്യത്തെ കൊതിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അമേൻ ആ സന്നിധിയിൽ ഇരിക്കുവാനിടയാകും. അമേൻ അങ്ങനെ ഒരു പ്രത്യേകത ഈ സാന്നിധ്യത്തിനുണ്ട്. അമേൻ ഇന്ന് പകലും ആ സാന്നിധ്യത്തെ കൊതിക്കുന്നവർ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടാതെ ഇരിക്കരുത്. അമേൻ നിങ്ങൾ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അമേൻ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. അമേൻ ഹല്ലേലൂയ. അവൻ ദൈവത്തിൻ്റെ പ്രസൻസിനെ അവൻ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ ഇന്ന് ഞാൻ അധികം മുഖവരകളൊന്നും പറയുന്നില്ല. ഞാൻ വേഗത്തിൽ അവൻ വചനത്തിലേക്ക് കിടക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് അവൻ പ്രത്യേക ഇന്ന് വർഷിപ്പൊക്കെ ലീഡ് ചെയ്ത കുഞ്ഞുങ്ങൾക്കായി അവൻ സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ആരാധനയുടെ സമയത്തേക്ക് അവൻ ദൈവം അവരെ ഉപയോഗിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 19-ാം അധ്യായം 4 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 4 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് കിങ്സ് chapter 19 verse 4 to 9. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്നു രാപ്പാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട് ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. നിന്റെ കൃപകൾക്കായി നിന്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നപ്പാ. അപ്പാ, ഇന്ന് അവൻ ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ, ഞങ്ങളോട് അങ്ങ് ഇടപെടണമേ, അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ അവിടുത്തെ ജനത്തോട് അങ്ങ് തന്നെ സംസാരിക്കണമേ. കർത്താവേ, എൻ്റെ ചിന്തകളോ എൻ്റെ ബുദ്ധിയോ എൻ്റെ ആലോചനകളോ ഒന്നും മുമ്പിൽ നിൽക്കുവാനിടയാകരുത്. അപ്പാ, അങ്ങ് മാത്രം സംസാരിപ്പാനിടയാകണമേ, അങ്ങ് മാത്രം ഇടപെടുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആലയത്തിൻ്റെ അകത്തെ അന്തരീക്ഷ മണ്ഡലത്തെയും ശബ്ദമണ്ഡലത്തെയും ഞാൻ യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടുന്നു. കർത്താവ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ വന്നു പോയി സകല കുറവുകളെയും അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് കർത്താവെ വെടുപ്പാക്കി അവിടുത്തെ കൃപയാൽ അവൻ ഞങ്ങളെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപയിൽ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനം മുഖത്തും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. അവൻ കഴിഞ്ഞ ആഴ്ച പീറ്റർ ക്രിസ്റ്റീനിൻ്റെ ഒരു ഭാഗം അവൻ തൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് അവൻ സംസാരിച്ചു പോയ ഒരു വേദഭാഗമാണ്. അവൻ പ്രൈസ് ദി ലോർഡ്. അവൻ ഈ ഭാഗം വായിച്ചിട്ടില്ലാത്തവർ ആരും തന്നെ കാണത്തില്ല. അവൻ പ്രസംഗിച്ചിട്ടില്ലാത്ത ദൈവദാസന്മാരും കാണാതില്ല. അവൻ ഹല്ലേലൂയ. വളരെയധികം അവൻ പ്രസംഗിക്കുകയും അവൻ പഠിക്കുവാനും കേൾക്കുവാനും ഒക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അവനൊരു പുസ്തകമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം. പ്രത്യേകിച്ച് പ്രവാചകന്മാരിൽ അവൻ ഹല്ലേലൂയ ഏറ്റവും അഗ്രഗണ്യനായി നിൽക്കുന്ന ഒരു പ്രവാചകൻ എന്ന പോലെ അവൻ എല്ലാവരും കാണുന്ന ഒരു വ്യക്തിയാണ് ഏലിയാവ് എന്ന് പറയുന്നത്. കാരണം തൻ്റെ ശുശ്രൂഷ മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അവൻ തന്നെ കർത്താവ് ഉപയോഗിച്ച രീതികൾ ഭയങ്കര വ്യത്യാസമുള്ളതായിരുന്നു. അവൻ ഹല്ലേലൂയ ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രവാചകന്റെ കൺസെപ്റ്റിൽ നിന്നെല്ലാം അവരെ ബ്രേക്ക് ചെയ്ത് അവൻ പുതിയൊരു അവൻ രീതിയിൽ അവൻ പ്രവചന ശുശ്രൂഷയെ ഉപയോഗിക്കുന്ന അവൻ ഒരു ദൈവദാസനായിരുന്നു അവൻ ഏലിയാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വളരെ സ്പെഷ്യലായിട്ട് അവൻ പ്രവാചകന്മാരുടെ ഇടയിൽ ഏലിയാവിന് അവനൊരു സ്ഥാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അവനൊരു പുസ്തകമാണിത്. അവൻ ഹല്ലേലൂയ. അവൻ ഞങ്ങൾക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രവാചകനാണ് ഹല്ലേലൂയ ഏലിയാവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രവാചകന്റെ ലൈഫിൻ്റെ അകത്ത് അവൻ അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈമിൽ അല്ലെങ്കിൽ ഭയങ്കര ഉയരത്തിൽ നിൽക്കുന്ന സമയത്തും അവൻ്റെ ലൈഫിലും ഡൗൺ ആയിപ്പോയ അല്ലെങ്കിൽ താഴ്വരയിലൂടെ സഞ്ചരിച്ച സമയങ്ങളും ഉണ്ടായിരുന്നു.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏറ്റവും ഹൈയിൽ പോകുന്ന സമയവും അതേപോലെ തന്നെ ആമേൻ ഹല്ലേലൂയ താഴ്വരയിലൂടെ ഏറ്റവും ഡൗണിലൂടെ പോകുന്ന ഒരു ടൈമും ഈ പ്രവാചകന്റെ ലൈഫിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആമേൻ ലേഖനകർത്താവ് എഴുതി വെച്ചത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവാചകൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സാധാ മനുഷ്യന് വരുന്ന എല്ലാ വ്യത്യാസങ്ങളും ആമേൻ ഹല്ലേലൂയ വരുന്ന ഒരു വ്യക്തിയായിരുന്നു ആമേൻ ഹല്ലേലൂയ ഏലിയാവ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ എല്ലാ നേച്ചറുകളും അവന്റെ ലൈഫിനകത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ പ്രവാചകന്മാർ രാജാവിനോടും ഒക്കെ ദൂതും കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ ഇവന്റെ ഒരു ദൂത് പ്രകൃതിയെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഇവന്റെ വാക്കുകൾ മാറുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ സേവിച്ചു വരുന്ന ഇസ്രായേലിലെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ആര് പറഞ്ഞിട്ടല്ലാതെ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ മേൽ കിടന്ന പ്രൊഫറ്റിക്കൽ അനോയിന്റിങ് അല്ലെങ്കിൽ അവന്റെ മേൽ കിടന്നിരുന്ന പ്രവാചക അഭിഷേകത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് അവനൊരു വാക്ക് കൽപ്പിക്കുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും പെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അവൻ അറിയാം, അവനോട് കൈമാറിയ ദൈവശബ്ദത്തെ അവൻ അവന്റെ നാവ് കൊണ്ട് പറയുന്ന മൊമെന്റ് തൊട്ട് ആ വാക്ക് ആ അന്തരീക്ഷത്തിന്റെ അകത്ത് ചലിച്ചു തുടങ്ങുമെന്ന് തിരിച്ചറിഞ്ഞ പ്രവാചകനാണ് അവൻ ഏലിയാവ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ വീണ്ടും പറയുകയാണ്, ഇനി എന്നോട് എൻ്റെ കർത്താവ് പറയും, ആ പറയുന്ന മൊമെന്റ് വരെ എൻ്റെ വായിൽ നിന്ന് ആ പ്രവചന ശബ്ദം പുറത്തു വരാത്തിടത്തോളം കാലം അവൻ ഈ ദേശത്ത് മഞ്ഞും മഴയും പെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ കെരീത്തിൽ പോയി വിശ്വസ്തനായി കാത്തിരിക്കുന്ന പ്രവാചകൻ. സാരാഭാത്തിൽ പോയി അവൻ അത്ഭുതങ്ങൾ കണ്ട ദൈവദാസൻ. ഹല്ലേലൂയ. കർമ്മേലിന്റെ മലമുകളിൽ 18-ാം അധ്യായത്തിനകത്ത് അവൻ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവൻ ഹല്ലേലൂയ യാഗപീഠത്തെ അവൻ ഹല്ലേലൂയ കത്തിച്ച് ദേശത്തിന്റെ നടുവിൽ ഇസ്രായേലിൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് തെളിയിച്ച പ്രവാചകനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആഹാബ് രാജാവിന്റെ മുഖത്ത് നോക്കി, ആഹാബേ, ഞാനല്ല ഇസ്രായേലിനെ ദണ്ഡിപ്പിക്കുന്നത്, അവൻ ഹല്ലേലൂയ നീയും നിന്റെ പിതാക്കന്മാരുമാണെന്ന്, അവൻ നിന്റെ പാവവും നിന്റെ പിതാക്കന്മാരുടെ പാവവുമാണ് ഇസ്രായേലിനെ ദണ്ഡിപ്പിക്കുന്നതെന്ന് മുഖം നോക്കാതെ അവൻ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ നിങ്ങൾ പ്രവചന അഭിഷേകത്തിന് വേണ്ടി, പ്രവാചക അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ നിങ്ങളുടെ പ്രവചനത്തെ വെറും ഒരു അവൻ ഹല്ലേലൂയ ഒരു സഭയിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ദൂത് പറയുന്നതുമായിട്ടോ നിങ്ങൾ ലിമിറ്റ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ കൊണ്ട് തീരുന്നതല്ല പ്രവാചക അഭിഷേകം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നാവായി നിൽക്കുക, ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കുക, കാലഘട്ടങ്ങളോട് പ്രവചിക്കുക, കാലാവസ്ഥയോട് പ്രവചിക്കുക, അവൻ രാജാക്കന്മാർ പ്രവചിക്കുക, ഹല്ലേലൂയ. കൊട്ടാരങ്ങളോട് പ്രവചിക്കുക, ഹല്ലേലൂയ. നിന്റെ പ്രവചനത്തിനനുസരിച്ച് ദേശം ചലിക്കുവാനിടയാകും. നിന്റെ പ്രവചനത്തിനനുസരിച്ച് അവൻ ദേശത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുവാനിടയാകും. ഓ രാധാന ലാരാധാനി ലരഗദനഗമന. അങ്ങനെയുള്ള പ്രവാചകന്മാർ സഭയിൽ എഴുന്നേൽക്കട്ടെ. അങ്ങനെയുള്ള പ്രവചന ശബ്ദങ്ങൾ ആലയത്തിന്റെ അകത്ത് നിന്ന് മുഴങ്ങട്ടെ. ഹല്ലേലൂയ. ഓ രാഖോ ശിധേനി ലരഗദനിയ ലബ്രബാസ വേദിനി മനരഗദനിയ ശുദ്ധിനി മനരബദലഗമന രബോധിനി മനരഗദനഗമന ശധോനിയ ലരഗദനഗമന ലാധനിയ ലരഗദനഗമന. ഹല്ലേലൂയ. സാന്നിധ്യവുമായി കണക്റ്റായി നിൽക്കുന്ന അവൻ ദൈവദാസന്മാർ. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവാചക ഗണങ്ങൾ. ഹല്ലേലൂയ. അവൻ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. ഒന്നും കൂടി ഞാൻ കടന്നു പറയട്ടെ, അവൻ സ്റ്റേജ് കൊതിക്കാത്ത, ഹല്ലേലൂയ, അവൻ ആൾക്കൂട്ടം കൊതിക്കാത്ത, ഹല്ലേലൂയ, അവൻ എണ്ണം കൊതിക്കാത്ത, ഹല്ലേലൂയ, അവസരങ്ങൾ കൊതിക്കാത്ത അവൻ ഒരു തലമുറ ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. റാഖോ മനേലമേനി ലരഗദനഗമന. കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഹല്ലേലൂയ, ഒരു ദേശത്തേക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന് നിന്നെ അയക്കണമെന്ന് തോന്നിയാൽ കർത്താവേ ഞാൻ പോകാമെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന അവൻ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. കർത്താവേ, ക്രൂസൈഡുകൾ മാത്രമല്ല ഞങ്ങൾക്ക് ലക്ഷ്യം, നിന്റെ ഹൃദയം അറിയുന്ന പ്രവാചകനായി, നിന്റെ ഹൃദയം അറിയുന്ന അവൻ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഒരു തലമുറയാകാൻ കർത്താവേ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന എത്ര പേർ ഇന്ന് ആലയത്തിന്റെ അകത്തുണ്ട്. ഓ രാധാല രാഖാസേനി ശിധിനി മനരബദലഗമന രബോധിനി മനരഗദലഗമന ധൂലമന രഗദനഗമന ശുദ്ധിനിയ ലരാധാനിയ ലരഗദനിയ
ഓ, കൊട്ടാരം പറഞ്ഞാലും റെഡിയാണ്, കെരീത്ത് പറഞ്ഞാലും റെഡിയാണ്, സാരാഭാത്ത് പറഞ്ഞാലും റെഡിയാണ്, കർമ്മേല് പറഞ്ഞാലും റെഡിയാണ്. അവൻ ആൾക്കൂട്ടം വിഷയമല്ല, അവന്റെ കൂടെയുള്ള ക്രൗഡ് വിഷയമല്ലവന്, അവന്റെ കൂടെയുള്ള എണ്ണം അവന് വിഷയമല്ല. എണ്ണം നോക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുന്ന എഴുതപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ചരിത്രത്തിന്റെ അകത്ത് വന്നില്ലായിരുന്നെങ്കിൽ, ഏലിയാവേ നീ ചെയ്തത് ലോകം അറിയത്തില്ലായിരുന്നു, കെരീത്തിൽ നീ ഒളിച്ചിരുന്നത് ലോകം അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്റെ ദൈവത്തിന്റെ വാക്കനുസരിച്ച് നീ നിന്നാൽ, ഏലിയാവിന് ഇത് ലോകം അറിയോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. അവന്റെ വാക്കിനൊപ്പം സഞ്ചരിക്കുന്ന പ്രവാചകൻ, അവന്റെ ശബ്ദത്തിനൊപ്പം സഞ്ചരിക്കുന്ന പ്രവാചകൻ. ഇന്ന് നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒരു പക്ഷെ ലോകത്തിന് മനസ്സിലായില്ല എന്ന് വരും. ഇന്ന് നീ കടന്നു പോകുന്ന സന്ദർഭങ്ങൾ ലോകത്തിന് മനസ്സിലായില്ല എന്ന് വരും. അവർ നോക്കുമ്പോൾ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തെ കാണുന്നില്ല, അവർ നോക്കുമ്പോൾ നിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റേജ് കാണുന്നില്ല, അവൻ നോക്കുമ്പോൾ അവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്ന പരിവാരങ്ങൾ കാണുന്നില്ല. പക്ഷെ അവർക്ക് മനസ്സിലാകാത്ത ഒരു സാന്നിധ്യം നിന്നെ മൂടുന്നുണ്ട്, അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നിയോഗം നിന്റെ മേൽ നിറയുന്നുണ്ട്, അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ദൗത്യം നിന്റെ മേൽ സീൽ വെച്ച് അയക്കുന്നുണ്ട്. ഇന്ന് പകൽ അങ്ങനത്തെ നിയോഗങ്ങൾ ഇതിനകത്ത് കൈമാറുന്നല്ലോ. അവൻ 18-ാം അധ്യായം വന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്ന്, ദേശത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, രാജ്യങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ ദാസനാണ്, നീ ഇസ്രായേലിന്റെ ദൈവമാണ്, തീ ഇറക്കി വെളിപ്പെടുത്ത്. Praise the Lord. Hallelujah. അവന്റെ വാക്കിന്റെ മുമ്പിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി. Hallelujah. യാഗപീഠത്തെ ദഹിപ്പിച്ചു. അവന്റെ പ്രവൃത്തി കൊണ്ട് ദൈവം ആരാണെന്ന് അവൻ തെളിയിച്ചു കൊടുക്കുവാനിടയായി. പക്ഷെ 18-ാം അധ്യായം കഴിഞ്ഞ് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന്റെ ലൈഫിൽ ഒരു ശബ്ദത്തിന്റെ പുറകിൽ അവൻ പേടിച്ച് വിറച്ച്, ഹല്ലേലൂയ, അവൻ നിരാശയോടെ, കർത്താവേ, എന്റെ ശുശ്രൂഷകൾ ഞാൻ നന്നായി കർത്താവിന് വേണ്ടി നിന്നു, ഈസബേലിനെ പിടിക്കാൻ അനുവദിക്കരുത്, ഈസബേലിനെ തൊടാൻ അനുവദിക്കരുത്. അവൻ ചൂരച്ചെടിയുടെ അവൻ ചോട്ടിൽ വന്നു നിന്നിട്ട് അവൻ അവിടെ കിടക്കുകയാണ്. കെരീത്തിൽ ക്ഷീണിക്കാഞ്ഞവൻ, ഹല്ലേലൂയ, സാരഭാത്തിൽ ക്ഷീണിക്കാഞ്ഞവൻ, ഹല്ലേലൂയ, കർമ്മേലിന്റെ മലമുകളിൽ ക്ഷീണിക്കാഞ്ഞവൻ, ഒരു ശബ്ദത്തിന്റെ പിന്നിൽ തകർന്ന് അവൻ, ഹല്ലേലൂയ, അവന്റെ മുമ്പിൽ വന്ന ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ അവൻ തകർന്ന്, ഹല്ലേലൂയ, അവൻ കേട്ട ഒരു ശബ്ദത്തിന്റെ മുമ്പിൽ അവൻ തകർന്ന് ചൂരച്ചെടിയുടെ ചോട്ടിൽ വന്ന് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഇവിടെ വന്ന് നിന്നിട്ട് അവൻ പറഞ്ഞു, കർത്താവേ, മതി കർത്താവേ, മതി, ഞാൻ മരിക്കാൻ തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. എന്നെ എടുത്തോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ മേൽ കിടക്കുന്ന പ്രവാചക അഭിഷേകവും അവന്റെ മേൽ കിടക്കുന്ന അനോയിന്റിങ്ങും അവന് കയറാൻ പറ്റുന്ന മേഖലയും വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ എങ്ങനെയാണോ മരിക്കുന്നത് അതുപോലെ തറയിൽ കിടക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ കിടന്നിട്ട് പറയുക, ഞാൻ മരിക്കാൻ തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഉറക്കത്തിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഹല്ലേലൂയ, മരണത്തിനും പുനരുദ്ധാനത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന അതേ വാക്കാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അവൻ അങ്ങനെ ആ തറയിൽ കിടക്കുവാനിടയായി. ഹല്ലേലൂയ. അവൻ ആ ഡെത്തിനെ ഫേസ് ചെയ്യാൻ വേണ്ടി കിടന്ന്, ഹല്ലേലൂയ, അവൻ പറയുക, ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാ, ഞാൻ അങ്ങോട്ട് വരികയാ കർത്താവേ എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, അവൻ ആത്മാവിൽ സഞ്ചരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അവൻ തന്റെ ദൂതനെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അവൻ ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് അവന്റെ അടുക്കൽ കൊണ്ട് നിർത്തുകയാ. ഏലിയാവേ, ഇപ്പോഴല്ല, ഹല്ലേലൂയ, നീ ഇപ്പം വിഷമിക്കണ്ട, നീ നിൽക്കവിടെ, ഹല്ലേലൂയ. ദൂതൻ സമയത്ത് ഇറങ്ങി വന്ന് അവനെ തൊടുവാനിടയായി. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിന്റെ അകത്ത്, ഏതെങ്കിലും അവസ്ഥയുടെ നടുവിൽ, ഹല്ലേലൂയ, മതി കർത്താവേ, ഞാൻ മടുത്തു, ഹല്ലേലൂയ, ഞാൻ നിർത്തുകയാണ്, ഹല്ലേലൂയ, ഇതെനിക്ക് താങ്ങുവാൻ പറ്റുന്നതിനപ്പുറമാണ് കർത്താവേ, ഈ പെയിൻ എനിക്ക് ഹല്ലേലൂയ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നതിനപ്പുറമാണ് കർത്താവേ. ഏതെങ്കിലും വ്യക്തികൾ ഗീവ് അപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ അവന്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന പകലാണെന്ന്. ഓ രാധാന ലറാഖാസതൂനി ലറഗദനഗമന ശിദ്നിമന രഗദനഗമന റൗധന ലറഗദനഗമന. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവത്തിന്റെ ദൂതന്മാർ ഈ ആലയത്തിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ശതന ലറഗദനഗമന ലൂധനഗമന റബദനിമന രഗദനഗമന. നിനക്ക് കഴിയാത്ത വിഷയങ്ങൾ, അവൻ നിനക്ക് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, ഹല്ലേലൂയ, ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് നടക്കാൻ കഴിയാത്തത്, അവൻ നിന്റെ ചിന്തകളിൽ വെച്ചിട്ട് നിനക്ക് കഴിയാത്തത്, ഹല്ലേലൂയ, അവൻ ഇതിനപ്പുറം, അവൻ ഹല്ലേലൂയ, എനിക്കൊരു പ്രത്യാശയില്ല, അവൻ മരണമാണ്, ഹല്ലേലൂയ, അസാധ്യം എന്ന വാക്കാണ് ഇതിനുള്ളത്, ഹല്ലേലൂയ, ഇതൊരിക്കലും പോസിബിൾ അല്ല എന്ന് പറയുന്ന വിഷയത്തിന്റെ മീതെ, ഹല്ലേലൂയ, ഇന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യം ചുമക്കുന്ന ദൈവത്തിന്റെ ദാസനായി നിന്നുകൊണ്ട്, ദൈവത്തിന്റെ പ്രവാചകനായി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ദൂതായി വിളിച്ചു പറയട്ടെ, അവന്റെ ദൂതൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവൻ ഇന്ന് പകൽ ചില വ്യക്തികളെ അവന്റെ ദൂതൻ തൊടുകയാ. അവൻ ദൂതൻ തൊടുന്ന ഉടനെ അവൻ നിന്നെ ബാധിച്ചിരിക്കുന്ന അസാധ്യം എന്ന് പറയുന്ന വിഷയം നിന്റെ തോളിൽ നിന്ന് അഴിഞ്ഞു മാറുകയാ. മരണം എന്ന് പറയുന്നത് അഴിഞ്ഞു മാറുകയാ. ഓ, ദൂതന്റെ സ്പർശനം ചിലരെ തൊടട്ടെ. മരണത്തിന്റെ സ്പിരിറ്റുകൾ, ഹല്ലേലൂയ, ഒതുക്കുവാൻ ശ്രമിക്കുന്ന സ്പിരിറ്റുകൾ, ശുശ്രൂഷയിൽ, ഹല്ലേലൂയ, മുരടിപ്പിച്ചു കളയുവാൻ ശ്രമിക്കുന്നത്, ഡിലേ വരുത്തുവാൻ ശ്രമിക്കുന്നത്, ഒതുക്കുവാൻ ശ്രമിക്കുന്നത്, നിന്നെ ആത്മീയമായും ഭൗതികമായും ഞെരുക്കുവാൻ ശ്രമിക്കുന്നത്, അവൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതൻ തൊടുന്ന മൊമെന്റിൽ, ഹല്ലേലൂയ, അവൻ നിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം അടിക്കുകയാ. ഓ രാധാന ലറഖാതനിയ ലേഥേനിയ ലറഖബബബ സതോനിമന റബദലഗമന. അല്പനേരം ആത്മാവിൽ ഒന്ന് സ്തുതിച്ചാട്, ഈ ദൂതനെ ആത്മാവിൽ ഒന്ന് കൈമാറിയാട്. രാധേനിയ ലറഗദലഗമന ശുദ്ധനിയ ലംബ്രമാസ മേദനിമന റഗദനിയ രാധന ലറഗദനിമന റബദലഗമന ശുദ്ധനിമന റഗദലഗമന റേഥേനിയോ ലറഗദലഗമന റബഹാദനിമന റഗനിയ ഹസ്തന ലറഗദനിയ ലബ്രമാസ ഭേദനിമന റഗദനിയ ലേഖേദനിയോ ലംബ്രമാസ ഭേദനി ലറഗദലഗമന ശുദ്ധനിമന റബദലഗമന റേഥേനിയ ലറഗദലഗമന അർത്ഥന ലറഗദലഗമന ശേഥേനിയ. പുറത്തു പറഞ്ഞില്ലേലും ഹൃദയം കൊണ്ട് എങ്ങനെയായി തീരും കർത്താവേ, എങ്ങനെ മുന്നോട്ട് പോകും കർത്താവേ, ഇതിന്റെ അവസാനം എങ്ങനെയാകും, എങ്ങനെ ഞാൻ ഇതിനെ മറികടക്കുമെന്ന് അവൻ നീ പറയുന്ന വിഷയത്തെ ഇന്ന് പകൽ ആത്മാവ് ഡീൽ ചെയ്യുകയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. അവൻ തന്റെ ദൂതനെ അയക്കുകയാ. അവൻ തന്റെ ദൂതനെ അയക്കുകയാ. ചൂരച്ചെടിയുടെ ചുവട്ടിൽ തീരുവാനല്ല അവൻ നിന്നെ വിളിച്ചത്. അവൻ ചൂരച്ചെടിയുടെ ചുവട്ടിൽ അവസാനിപ്പാനല്ല നിന്നെ വിളിച്ചത്. എലിയാവേ, നിനക്കൊരു ദൂരയാത്രയുണ്ട്. നിന്റെ മേൽ ഞാൻ പകർന്ന അഭിഷേകം ഡിഫറന്റ് ആണ്. ഓ രാഖാബാബാബാബാബാ സുധിനിമന റബദലഗമന ധീലമന റബദലഗമന ശുധിനിമന റബദലഗമന റൂധന ലബ്രബാസ ഭേദനിയ ലാധോനിയ ലറഗദലഗമന ശുധിനിമന റഗദലഗമന. ഹല്ലേലൂയ. ഏലിയാവിന്റെ അടുക്കൽ വന്നിട്ട് അവൻ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുക, ഹല്ലേലൂയ, ഏലിയാവിന്റെ അടുക്കൽ വന്നിട്ട് ദൂതൻ വന്ന് അവനെ തട്ടി, ഹല്ലേലൂയ, എന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൂതൻ അവൻ ആഹാരം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നേക്കുക. പ്രൈസ് ദി ലോർഡ്. എന്താ ആഹാരം? കനലിന്മേൽ ചുട്ടയാണ്, ഹല്ലേലൂയ, ഒരു തുരുത്തി വെള്ളം എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമിയിൽ കിട്ടുന്ന ഫുഡ് അവന് കൊടുത്തേക്കുന്നേ.
Praise the Lord. Hallelujah. അവിടെ അവന് മന്തിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തെ ഫുഡോ അല്ല കൊടുത്തേ. നീ നിന്ന സ്ഥലം ഏതാണോ, ഹല്ലേലൂയ, ആ സ്ഥലത്ത് നിന്ന് തന്നെ നിനക്ക് വേണ്ടി ദൂതൻ ഒരുക്കി തരുന്ന ഫുഡ്. ഓ, ഞാൻ പറഞ്ഞത് തിരിച്ചറിയുന്ന വ്യക്തികൾ, ഹല്ലേലൂയ. പ്രാർത്ഥനീയ അലറകതനീയ മരുഭൂമിയിൽ നീ കിടന്നാൽ, ഹല്ലേലൂയ, ആ മരുഭൂമിയിൽ നിനക്കുള്ള പ്രൊവിഷൻ വെളിപ്പെടുമെന്ന്. അവൻ പീറ്റർ ബോയിൽ നിന്നെ ഇട്ടാൽ അവിടെ പ്രൊവിഷൻ വെളിപ്പെടും. ബോവൻവിൽ നിന്നെ ഇട്ടാൽ അവിടെ പ്രൊവിഷൻ വെളിപ്പെടും. സ്കാർബ്രോയിൽ നിന്നെ ഇട്ടാൽ അവിടെ പ്രൊവിഷൻ വെളിപ്പെടും. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങിയാൽ ഒരു പ്രത്യേകതയുണ്ട്. അവൻ മുടങ്ങി കിടക്കുന്നതെല്ലാം അവിടെ ഓപ്പൺ ആകുവാനിടയാകും. അവിടെ പ്രൊവിഷനുകൾ വെളിപ്പെടുവാനിടയാകും. അവൻ ഇന്ന് പകരം ഞാൻ വിളിച്ചു പറയട്ടെ, ആരൊക്കെ ആത്മാവിൽ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്, അവൻ നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുകയാ. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാ. അവൻ പ്രൊവിഷനുകൾ വെളിപ്പെടട്ടെ, പ്രൊവിഷനുകൾ വെളിപ്പെടട്ടെ, പ്രൊവിഷനുകൾ വെളിപ്പെടട്ടെ. ഓ, പിക്ചറിൽ ദൈവത്തിന്റെ പ്രൊവിഷനുകൾ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ പ്രൊവിഷനുകൾ വെളിപ്പെടട്ടെ. നീ നിൽക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ പ്രൊവിഷൻ വെളിപ്പെടട്ടെ. Sathana, Larathana, Rethenia, Laragadania, Labrabas, Pedania, Rutanagamana, Rabanagamana, Shutinimana Ragadania, Lambramadania, Larathania. Oh, Rakha Shithani, Laraganagamana, Delia, Larakania, Lambramasameni, Merotania, Laraganagamana, Hallelujah. Maria Garakanavan, Hallelujah. Churachin in the total Turno the Caridio, Hallelujah. Avane Avana Navasani became the Caridio, Hallelujah. Avane Antangal on the Sampo Vichal, Avana the Turku on the Caridio, Illa, Angan Vitu, Allah and the Devam, Hallelujah. Angan and the Tolika and Allah and the end of the Hallelujah. Then Hallelujah. Manishanal, Hallelujah. Our Bimamana, our in the Apanana, Hallelujah. Yana told the Nekola and the Eda and Marile, Hallelujah. Aman Malaya to the old pitch with even a matter, Avana to a Chubi, Hallelujah. Madi and the body, even in the Belton in there. But they were by Villa, any Kavane Madi, Hallelujah. Any Kavane Madi, Hallelujah. Ulatana, Laragadana. On the Tana Boyal, in the Chauti Talika and Lord of the Patu Verica Neka, and then a Mata and Mendi, Nuru in Neka, Pasha Lord of Murman in a Matialum, then a Mata than a very equivalent in Nurti, hallelujah. Ah, with the touch of angle, or a second touch in the Meltana, we don't do the Hesa, we don't do the name of the touch in the Enel Pikina. Oh, Rakhasethunia, Laragadana. Oh, in the Paral Daiva to the second Dutch Celebratoria. La Rokemene, Lamania, Laragadana. I mean, it's okay, hallelujah. So, some health only fail around Sarmilda. I mean, they were in a wind to Turnamana. They were in a wind to Tudagia in the Pagal, hallelujah. I mean, wind in the Tudagia. Oh, Rathana, Laragadana, Shetania, Laragadana. I mean, the second touch in the bell, Yabrigia, Rakomen, Lamania, Lakrotani, Manamadania, Dulaman, Rabadanagamana, Shaponia, Laragadanagamana. I mean, the second touch in the bell. Rutana Larakaba, Shetenio Laragadanagamana, Uratana Laragadanagamana, our second touch in the Melvidia, Rekidini Malaragadanagamana, Dula Malaragadanagamana, Shetenia Laragadanagamana, Lambrama Sabinia, Rutala Larakasetoni Malaragadanagamana. Oh, Rakababa, Horatala Rakadalaga. Oh, Rakha, Sada to my connected right today. Sada to my connected right today. Oh, and the good and the look at the day of the Mara Sanity of the Yantirisarino. Oh, Parishutakma with the Taran of the Yantirisarino. Raka Masabuni, Narakadania. Oh, Ratana, Laragadanagamana, Shitinimana Rakadanagamana. Rethenio, Laragadanagamana. Laragadania, Laragadanagamana, Shitinimana Ragadania. The Unovino Bombo. നീ ഒന്ന് ക്ഷീണിക്കുമ്പോ നിന്നെ തള്ളിക്കളഞ്ഞിട്ട് 7000 അകത്തുള്ള ഓർമ്മത്തെ എടുക്കുന്നവനല്ല എന്റെ ദൈവം. ഹല്ലേലൂയ. ഓ, അത് മനുഷ്യനങ്ങനെ ചിന്തിക്കുന്നേ, അത് മനുഷ്യനങ്ങനെ ചിന്തിക്കുന്നേ.
എന്റെ ദൈവം പറയുന്നത് എനിക്ക് നിന്നെ വേണം. ഹല്ലേലൂയ. എന്റെ രണ്ടാമത്തെ ടച്ച് ഞാൻ നിനക്ക് വേണ്ടി തൊടും. ഹല്ലേലൂയ. 7 അല്ല 70 വട്ടം നീ പോയാലും ഞാൻ നിന്നെ എന്റെ മാറോട് ചേർത്തണച്ച ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി ഞാൻ നിന്നെ കൊണ്ടുവരും. അവൻ നിന്നെ ഞാൻ ഗീവ് അപ്പ് ചെയ്യുന്ന ദൈവമല്ല. നിന്നെ ഞാൻ ഗീവ് അപ്പ് ചെയ്യുന്ന ദൈവമല്ല. നിന്നെ ഞാൻ ഗീവ് അപ്പ് ചെയ്യുന്ന ദൈവമല്ല. നിത്യ സ്നേഹത്തോടെ ഞാൻ നിന്നെ വീണ്ടും തൊടുന്ന ദൈവമാണ്. നിത്യ സ്നേഹത്തോടെ ഞാൻ നിന്നെ വീണ്ടും തൊടുന്ന ദൈവമാണ്. Oh, Shatana, Larakadania, Horathala, Rakadani, Labravas, Pedini, Nakru, Menelaveri, hallelujah. Sanithium high on the connect high in there, hallelujah. Oh, they go through the subside, Americatave, Angano, Toranamapa, hallelujah. Uraka said, Henia, Larakadania. Oh, Sanithume, 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 Sanithume. സാന്നിധ്യമേ 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 പ്രൈസ് ദി ലോർഡ്. ആമേൻ. സമയം ഒരുപാട് മുന്നോട്ട് പോകുന്നില്ല. ഞാൻ നിർത്തുക. ഒരു വാക്കും കൂടെ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുക. ലാറാഥാന. നമുക്ക് പിന്നീട് ഒരിക്കലും ഇതിൽ നിന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. അവൻ അവിടെ നിന്ന് അവൻ എഴുന്നേറ്റിട്ട് 40 പകലും 40 രാവും ഹല്ലേലൂയ അവൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവൻ ഹോരേബിലേക്ക് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയവനെ വീണ്ടും നിയോഗത്തിലേക്ക് കൊണ്ടുപോവുകയല്ല കർത്താവ്. പണ്ടൊരുത്തനെ ഹോരേബിൽ കയറ്റിയതാ. ഹല്ലേലൂയ. മോശേ, നിന്നെ ഹോരേബിൽ ഞാൻ കയറ്റിയതുപോലെ ഹല്ലേലൂയ അവസാനിച്ചു എന്ന് കരുതിയവനെ ഹല്ലേലൂയ വീണ്ടും തള്ളിവിടുകയോ ഹോരേബിലേക്ക്. ഹല്ലേലൂയ. ഹോരേബിൽ വീണ്ടും കൊണ്ടുപോയി ഒരു പാറയുടെ പിളർപ്പിലേക്ക് അവനെ കയറ്റി നിർത്തുകയാ. അവനൊരു ഗുഹയ്ക്കകത്തേക്ക് ഇവനെ മറച്ചു നിർത്തിയിട്ട് ഹല്ലേലൂയ തീ മുമ്പേ പോകുന്നു, കൊടുങ്കാറ്റ് മുമ്പേ പോകുന്നു. അവൻ അതിനുശേഷം ഒരു നിശബ്ദത, ഹല്ലേലൂയ, ഒരു സൈലൻസ്. ഹല്ലേലൂയ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു തിൻ സൈലൻസ്. ഹല്ലേലൂയ. എല്ലാം അവസാനിച്ചവന്റെ മുമ്പിൽ ഒരു തിൻ സൈലൻസിൽ അവൻ വീണ്ടും ദൂതുകൾ കൈമാറുകയാ. അവൻ വീണ്ടും നിയോഗങ്ങൾ കൈമാറുകയാ. അവന്റെ സെക്കൻഡ് ടച്ചിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ നിന്റെ നിശബ്ദതയിലും സംസാരിക്കാൻ തുടങ്ങും. അവൻ നിന്റെ സൈലൻസിലും സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അവൻ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വരത്തില്ല. എല്ലാവരും കൊടുങ്കാറ്റിലാണ് പ്രതീക്ഷിക്കുന്നത്, എല്ലാവരും മുഴക്കത്തിലാണ് പ്രതീക്ഷിക്കുന്നത്, എല്ലാവരും തീക്കാത്ത പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സൈലൻസിലും സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനോട് ഇടപെടുകയാ. ഇനി നിനക്ക് സഞ്ചരിക്കാനുണ്ട്. നിന്റെ ശുശ്രൂഷ ഇവിടെ തീർന്നിട്ടില്ല. അവൻ ഹല്ലേലൂയ. എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള ഭാഗമാണ്. ഹല്ലേലൂയ. അവിടെ അവൻ മുഖം മറയ്ക്കുന്നത് തന്റെ പുതപ്പ് കൊണ്ടാണ്. അവൻ മുഖം മറയ്ക്കുന്നത് അവന്റെ മേൽ വീണ പുതപ്പ് കൊണ്ട്. അവൻ കർത്താവ് കടന്നുപോയ സമയത്ത് അവൻ മുഖം മറയ്ക്കുവാനിടയായി. മോശ പാറയുടെ പിളർപ്പിൽ കയറി നിന്നെങ്കിൽ ഇവൻ പുതപ്പ് കൊണ്ട് മറച്ച് അവൻ നോക്കുകയാ. ഇവന്റെ മേൽ വീണ സാന്നിധ്യം, ഹല്ലേലൂയ, ഇവന്റെ മേൽ വീണ ശുശ്രൂഷ, ഇവന്റെ മേൽ വീണ നിയോഗം, അതുകൊണ്ട് ഇവൻ മറച്ചു പിടിച്ചിട്ട് ഹല്ലേലൂയ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ നോക്കുകയാ. ഹല്ലേലൂയ. അവൻ ഒരുപാട് പറയാനുണ്ട്. ഹല്ലേലൂയ. എങ്കിലും ഞാൻ വേഗത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഹല്ലേലൂയ. അവൻ ദൈവത്തോട് പറഞ്ഞു, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. അവൻ ഈ പുതപ്പ് നീ ഒരുത്തിന് കൈമാറണം. ഹല്ലേലൂയ. ഈ നിയോഗത്തെ നീ കൈമാറണം. ഹല്ലേലൂയ. അതും കൂടെ കൈമാറിയിട്ട് ഞാൻ നിന്നെ വിളിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആ നിയോഗം കൈമാറുവാൻ വേണ്ടി ഈ പുതപ്പ്, അവൻ ഈ വാക്ക് എഴുതി വെച്ചിരിക്കുന്ന അതേ വാക്കാണ് അവൻ ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകന്റെ മേൽ അവൻ ധരിച്ചിരുന്ന ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം എന്ന് എഴുതിയിരിക്കുന്നതും ഇതേ വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേ പുതപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അവനെ കുറിച്ച് പറയുന്നതും ഏലിയാവിന്റെ ആത്മാവോട് കൂടെ ഹല്ലേലൂയ അവൻ
സഞ്ചരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ ഏലിയാവേ, നീ അവസാനിപ്പിക്കുവാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്റെ ശുശ്രൂഷയെ ഞാനൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഉയർത്തിയിട്ട് അവൻ ഇതൊരു ലെവൽ ഓഫ് മിനിസ്ട്രി ആക്കി ഞാൻ വെച്ചിട്ട് ഇത് ഞാൻ പലരിലേക്ക് കൈമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നീ ആത്മമണ്ഡലത്തിൽ ചെയ്ത കാര്യം, ഹല്ലേലൂയ, അവൻ നീ ആത്മമണ്ഡലത്തിൽ നീ ചെയ്ത അവൻ ശുശ്രൂഷ, ഈ ശുശ്രൂഷ ഒരു ഹല്ലേലൂയ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് ഇത് ഞാൻ ചിലർക്ക് പകരാൻ പോകുകയാ. തലമുറകളോട് ഞാൻ വിളിച്ചു പറയുക, ഏലിയാവിന്റെ മേൽ പകർന്ന ആത്മാവ്, ഏലിയാവിന്റെ മേൽ പകർന്ന ശുശ്രൂഷ, ഏലിയാവിന്റെ മേൽ പകർന്ന നിയോഗം, അവൻ എന്ന് പറയുന്ന രീതിയിൽ അവൻ ഞാൻ എന്റെ നിയോഗത്തെ ഹല്ലേലൂയ നിന്റെ മേൽ പകരുകയാ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.